ഇടുക്കി ചെറുതോണി ഡാമുകൾ പണിയാനായിട്ട് സ്ഥലം കാണിച്ചു കൊടുത്തത്. അതായത് ഇന്ന മലകളുടെ ഇടയിൽ 3 സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ 3 ഡാം, ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കുളമാട് ഡാം, ആ 3 ഡാം പണിയാനായിട്ട് അന്ന് വണ്ടി സൗകര്യമൊന്നുമില്ല. നടന്നു വന്ന സ്ഥലങ്ങൾ കണ്ടുപിടിച്ച ഒരു ആദിവാസിയാണ് ചെമ്പൻ കുലുമ്പ്. പുള്ളി അടക്കിയ സ്ഥലമാണിത്. അപ്പം പുള്ളിയുടെ ബോഡി മറവ് ചെയ്ത സ്ഥലമാണ്. അതിന് പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു സ്തൂപം, ഇത് പ്രതിമകളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് കൊലുമ്പിനെ അടക്കിയ സ്ഥലമാണ്. അപ്പോൾ അത് ഇടുക്കിയിലാണ്, ചെറുതോണി അടുത്താണ്. അപ്പം ഇതാണ് കൊലുമ്പ് സമാധി. കൊലുമ്പിനെ അടക്കിയേക്കുന്ന ഒരു സമാധിയാണിത്. ഇത് വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ബോർഡുണ്ട്. അപ്പോൾ ആടെ പ്രതിമയുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു രൂപം ഇത് വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ചെറുതോണി ഇടുക്കി ഡാമിലോട്ട് പോണ വഴിയിൽ, ചെറുതോണിയിൽ നിന്ന് തൊടുപുഴയിൽ വരുന്നവർക്ക് ഈ വഴി തൊടുപുഴയിൽ വരുന്ന റോഡാണ്. ഇത് തൊടുപുഴ മൂലവറ്റ ഫാം വരുന്നവർക്ക് ആ റോഡും ഇവിടുന്ന് ചെറുതോണിക്കുള്ള റോഡുമാണിത്. അതിൽ ഇവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഹിൽവ്യൂ പാർക്ക് ബോർഡുണ്ട്. ഹിൽവ്യൂ പാർക്ക് ചെറുതോണി ടൗണിൽ നിന്ന് ജസ്റ്റ് 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ ജംഗ്ഷനിലേക്ക്. അപ്പോൾ ഇത് ഇടുക്കി ചെറുതോണി ഡാം ഇതിലൂടെ എൻട്രൻസ് ഉള്ളതാണ്. ഇടുക്കിയിലോട്ട് കയറ്റി അവർ വിടണമെങ്കിൽ ചെറുതോണി ഡാമിൽ പാസ് എടുത്ത് വേണം കയറി പോകാനായിട്ട്. അപ്പോൾ അത് ഇതിലൂടെ നേരെ വേണം പോകാനായിട്ട്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകണം. ജസ്റ്റ് ബോട്ടിംഗ് ലാൻഡ് സംഭവങ്ങളെല്ലാം കാണിച്ചു തരാം. ഇടുക്കി വരുന്നവർക്ക് ഒരു കാണാനായിട്ടുള്ള അവസരമുണ്ട്. ഇതാണ് ഈന്തുമരം. ഇതിൻ്റെ മുകളിൽ കായുണ്ടാവും. ആ കാ വെട്ടി പണ്ട് കാലത്ത് പുട്ട് വീട്ടിലോട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ആ മരത്തിൻ്റെ സംഭവമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാഴ കാണിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലുണ്ട്. കല്ലുവാഴ എന്ന് നമ്മൾ കുലച്ചിരിക്കുന്ന വാഴ കാണിച്ചായിരുന്നു. ആ വാഴയാണിത്, അതിൻ്റെ തയ്യാണിത്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വാഴ കുലച്ചിരിക്കുന്ന ഭാഗം കാണിച്ചിട്ടുണ്ട്. ബോട്ടിങ് അടുത്ത ആഴ്ച മുതലേ ഉള്ളൂ. ഇപ്പോൾ ഓൾറെഡി മഴയുടെ സംഭവം ആയിരുന്നതുകൊണ്ട് ഓൾറെഡി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ ബോട്ടിങ് ഉണ്ടാവും. ബോട്ടിങ്ങിൻ്റെ ബോർഡാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്നാണ് ബോട്ടിങ്ങിന് ഉള്ളത്. റൈഡിലേക്ക് തിരിഞ്ഞാണ് ബോട്ടിങ്ങിന് പോകുന്നത്. അപ്പോൾ ഹിൽവ്യൂ പാർക്കിൻ്റെ അപ്പുറത്തേക്ക് ഹിൽവ്യൂ പാർക്കിലോട്ട് പോവാണ്. ഹിൽവ്യൂ പാർക്കിൻ്റെ ബോർഡാണ്. വഴിയോര കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിലോടുമാണ് കേരള ഗസ്റ്റ് ഹൗസാണ്. ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിലൂടെ തന്നെ കയറി പോവുക. എന്നിട്ട് ഗസ്റ്റ് ഹൗസിൻ്റെ മറ്റേ റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്. മറ്റേ റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്. മറ്റേ ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ കയറി പോവുക. മറ്റേ റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്. ഇത് കേരള ഗവൺമെൻറ് അതിഥി മന്ദിരമാണ്, ഗസ്റ്റ് ഹൗസാണ്. നമ്മൾ വരുമ്പം താഴെ റോഡിൽ വണ്ടി പാർക്ക് ചെയ്യുക. ജസ്റ്റ് ഇതിലെ നടന്നു വരിക. നടന്നു വന്നതിന് ശേഷം ഗസ്റ്റ് ഹൗസിൻ്റെ മുറ്റത്തുനിന്ന് തന്നെ അതിഥി മന്ദിരമാണ്. ഇവിടുന്ന് മുറ്റത്തുനിന്ന് തന്നെ റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. മുറ്റത്ത് വരുമ്പോൾ ഇവിടെ ബോർഡ് ഇരിപ്പുണ്ട്. ഹിൽവ്യൂ പാർക്ക് കേരള സർക്കാരിൻ്റെ ഇതായിട്ട് ബോർഡ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ കയറണമെങ്കിൽ അതിൻ്റെ സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇടുക്കിയുടെ മാപ്പായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ മേലേക്ക് പോയാലും വ്യൂ പോയിന്റിലേക്ക് മുകളിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ 50 മീറ്റർ മുകളിലോട്ട് കയറി പോകണം. വണ്ടികൾ കയറ്റി കൊടുത്തില്ല എന്നുള്ളതിൻ്റെ ബോർഡ് അഡ്വാൻസ് തന്നെ കൊടുക്കുന്നുണ്ട്. കയറാം. ഇതിലാണ് ഇതിലെ കയറിക്കോ. 50 മീറ്റർ മുകളിലോട്ട് നടക്കണം. ചേട്ടാ പോട്ടെ. എന്താണ് കല്ലക്കിട്ട വഴിയാണ് അല്ലേ? കല്ല് പതിപ്പിച്ച സുന്ദരമായ വഴിയാണ്. കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകുപ്പിലുള്ള പ്രോപ്പർട്ടിയാണ്. എന്തായാലും ഇടുക്കിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇത്തിരി പണി ഈസിയായി. ജിജോ വെറുതെ പൊളിച്ചെടുക്കണേണ്. എനിക്ക് ഒന്നും പറയേണ്ട വന്നിട്ടില്ല. ജിജോന് നാളെ ഇടുക്കിയിൽ വന്നൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അല്ലേ? ജിജോ യൂട്യൂബ് ചാനൽ തുടങ്ങി അടിപൊളി ആയിക്കോട്ടെ. എന്ന് വെച്ചാൽ പുള്ളി ഫുൾ ടൈം ഇങ്ങനെ കയറി ഇറങ്ങി മല കയറി ഇറങ്ങി നടക്കുന്ന മനുഷ്യനാണ്. നിങ്ങൾക്ക് അടിപൊളി കാഴ്ചകൾ വരും. ഹെൽമെറ്റ് നോക്കാനല്ലേ? പിന്നെ ജിജോ തുടങ്ങിയില്ലെങ്കിൽ 4 മക്കളുണ്ടല്ലോ. ഭാവിയിൽ പറഞ്ഞാൽ എന്തായാലും 1 അല്ല 4 പ്രതീക്ഷിക്കുക. കട്ടക്കാണ്. ഇതാണ് സംഭവം. നല്ല അടിപൊളി വഴി. ഒരു 50 മീറ്റർ ഗസ്റ്റ് ഹൗസിനോട് നടക്കാൻ 50 മീറ്റർ ഉള്ളൂ. ഇവിടെ ടിക്കറ്റ് റേറ്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അനുവാദം കൂടാതെ വാഹനങ്ങൾ പ്രവേശിക്കരുത്. ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എല്ലായിടത്തെയും പോലെ. അതുപോലെ ടൈമിങ്ങും കാര്യങ്ങൾ വേണ്ട. ഇതല്ല 8 AM തൊട്ട് 7 PM വരെ.
സൺഡേ ഉണ്ടോ? അവിടെ കയറി വരുമ്പോൾ തന്നെ ഇരിക്കാനുള്ളൊരു സ്പോട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ള ഐറ്റംസിൻ്റെ എന്തൊക്കെ പരിപാടികളുണ്ട് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കടയുണ്ട്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അതുകൊണ്ട്. നമ്മളവിടെ നിന്ന് വന്നു. ഇവിടെ സൈക്കിളൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം അവിടെ അഡ്വഞ്ചർ പാർക്കുണ്ട്, അഡ്വഞ്ചർ റൈഡ്സ്, റിസ്ക് സോൺ എന്താന്ന് നോട്ടെ. കാണിച്ചു തരാം, നേരിട്ട് കാണിച്ചു തരാം. അവിടെ കപ്പാസിറ്റി 1 person 90 kg വരും. ഇതിൽ പോകാനായിരിക്കും. വേണ്ട അമ്പോ, ഇതിൻ്റെ മേളിൽ കൂടി ഉണ്ടാ നടന്നു പോകണം. അതിന് റോപ്പ് ഉണ്ടാവും, മേളിൽ റോപ്പിലുടക്കിയിട്ടായിരിക്കും പോണത്. അല്ലെങ്കിൽ പിന്നെ താഴെ പോയി ആളെ കിട്ടില്ല. അവിടെയും കുട്ടികൾക്കുള്ള പാർക്കുണ്ട്, ഇരിപ്പിടമുണ്ട്, ഊഞ്ഞാലുണ്ട്. പിന്നെ അപ്പുറത്തും കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. അത് അതിൽ നമുക്ക് കയറി വരുമ്പോൾ വേറൊരു വഴിയും കൂടി ഉണ്ടായിരുന്നു, അതിലായിരിക്കണം അങ്ങോട്ട് പോകേണ്ടത്. മറ്റൊരു കാര്യം കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത്, നമ്മൾ ഈ പാർക്കിലേക്ക് കയറിയപ്പോൾ എന്താണ് മറ്റേ ക്യാമറക്ക് 200 എന്തോന്ന് എഴുതി വെച്ചാണ്, വീഡിയോ ക്യാമറ. അത് നമ്മുടെ ഗോപ്രോ ഞാൻ അവിടെ വെച്ചിട്ട് മൊബൈലിലാണ് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഇച്ചിരി ക്വാളിറ്റി കുറവുണ്ടാവും. പിന്നെ പല സ്ഥലത്തും ഇങ്ങനെയുള്ളൊരു കാഴ്ച കാണാറുണ്ട്. ഞാൻ പറയുന്നത് ശരിക്കും ഒരു മണ്ടത്തരമാണത്. കാരണം അവർ തന്നെ ചോദിച്ചാൽ പറഞ്ഞ് ഇപ്പോൾ ആൾ കുറവാണ്. അപ്പോൾ ഈ ആൾക്കാർ വരണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള 2-3 വീഡിയോ എടുത്തിട്ടാൽ എന്തൊക്കെയുണ്ട് അവിടെ എന്നറിഞ്ഞിട്ടാണ് വന്നത്. അല്ലാത്തവരെ അവിടെ എന്തെന്ന് കാണാനെന്നും പറഞ്ഞ് ഒഴിവാക്കി വിടും. ഞാനും കൊടുത്തില്ല ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞാണ് ആ ഗോപ്രോയ്ക്ക് 200 കൊടുത്തിട്ട് തപ്പി തീർക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മൊബൈലിലപ്പോൾ ക്വാളിറ്റി കുറവാണ്. പിന്നെ വേറെ കാര്യം പറഞ്ഞാണെങ്കിൽ ഗോപ്രോയിലെ ക്വാളിറ്റിയിൽ അതിലും ബെറ്റർ ക്വാളിറ്റിയിൽ ഐഫോണും മറ്റേ ആൾക്കാരുടെ കയ്യിലുണ്ട്. കാശ് കൊടുക്കാണ്ട് അത് തീരെ എടുക്കാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവരൊരു പ്രൊമോഷനായിട്ട് കൂട്ടുന്നു. എന്ത് സാധനം ചെയ്താലും ഇതൊരു ബിസിനസ് ആണല്ലോ, ടൂറിസ്റ്റ് പരമായിട്ട്. അപ്പോൾ ഇത് കേരള ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓക്കെ. അപ്പോൾ അതൊരു ബിസിനസ്സാണ്. നമ്മളിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങിയാൽ അതിന് പ്രൊമോഷൻ കൊടുക്കാൻ നോക്കില്ല. അപ്പോൾ ഇതൊക്കെ വിട്ടു കൊടുക്കണം. ഇപ്പോൾ അല്ലാണ്ടൊരു വലിയ ക്യാമറ കൊണ്ടുവന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഓക്കെ, സ്വാഭാവികം മേടിക്കും, അത് നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ കുറച്ചൊക്കെ കണ്ണടച്ച് കൊടുക്കണം. ഇപ്പോൾ ഈ ഗോപ്രോയും മൊബൈലൊക്കെ, കാരണം ആൾക്കാരെ അറിയണ്ട ഇത്രയും വലിയ സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ട് ഇവിടെ എന്താണ് ഉണ്ടാവണം. എൻ്റെ കയ്യിലെ കാശിൻ്റെ കാര്യമില്ല, ഞാൻ പറഞ്ഞു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. പലയിടത്തും കണ്ടേക്കൊണ്ടാണ്. ഇതുണ്ടോ അവിടെയും ഇതേ കുട്ടികൾക്കുള്ള പാർക്കാണ്ടോ. എന്തായാലും സംഭവമൊക്കെ വെറൈറ്റി ആണ് നോക്കി. അതുപോലെ ഞാനോടത്ത് ഇതിൽ തൂങ്ങിപ്പോ സൈക്കിളിലാണ് കേട്ടോ പോണത്. സൈക്കിളിലാണല്ലോ ഈ റോപ്പ്. ഈ റോപ്പ് സൈക്കിൾ മറ്റേ നടന്നു തന്നെ, അത് ഞാൻ പറഞ്ഞിരുന്നു. ഇത് സൈക്കിളില. ഇതെന്താണ് വെറുതെ ഇരിക്കാൻ അപ്പുറത്തുകൂടിയൊക്കെ തന്നെ മിലിറ്ററിക്കാരുടെ പരിപാടി. കമാൻഡോ നെറ്റ്. അതവിടെ എന്താണ് വെറുതെ ഇരിപ്പിടണോ? ഓ അവിടെ മറ്റേ എയർ ഗണ്ണിൻ്റെ ഇതുണ്ടല്ലേ, വെടിവെക്കണ അമ്പയത്തും ഉണ്ടോ? ആഹാ. ഇവിടെ സത്യം പറഞ്ഞാൽ ഇത്രയും സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നുണ്ട്. ഞാനതാ പറഞ്ഞത്, ആൾക്കാർക്ക് വീഡിയോ എടുക്കാനുള്ള അവസരമൊക്കെ കൊടുക്കും നിങ്ങൾ, മറ്റേ വലിയ ക്യാമറ അല്ലാണ്ട്. കാരണം ആൾക്കാർ ഇത് അറിഞ്ഞു വരട്ടെ. നോക്കി, ഇത് അമ്പയത്താണ്. ആ എയർ ഗണ്ണിൻ്റെ പടമുള്ള പക്ഷേ രണ്ടും ഉണ്ട്, ഗണ്ണിൻ്റെയും കൊടുത്തിട്ടുണ്ട്. നടന്നു പോകണം. ഓക്കെ. ആ അതിൻ്റെ ഉള്ളിലൂടെ ഇതിൽ അതെ ഇല്ല ഇങ്ങനെയാണ് പോണത്. ഇതും കൂടി നമ്മുടെ മേത്ത് കണക്ട് ചെയ്തിട്ടല്ല. ആ കണക്ട് ചെയ്തു. എല്ലാം ലാസ്റ്റ് പാറക്കുഴിക്കാണോ? ഞാൻ കാണിച്ചു. അത് റോപ്പേന്ന് പോലെ. ഓ ഇവിടെ അതുകൊണ്ടല്ലേ, അത് ഞാൻ ശ്രദ്ധിച്ചതാ. താഴത്തെ പാർക്കിലേക്ക് പോകും. ഇത് പണ്ട് ഡാമിന് പാറ പൊട്ടിച്ച അങ്ങോട്ട്. ഇതാണ് മറ്റേ വഴിയല്ലേ, നമ്മളങ്ങോട്ട് അല്ലാന്ന് പറഞ്ഞത്. ഇനി മേളിൽ കയറണം. ഓക്കെ ഓക്കെ, വാ അങ്ങോട്ട് പോവാ. ഇൻസൈഡ് വ്യൂ കൂടെ കണ്ടിട്ട് തിരിച്ചു വാ. ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ പോയി കാണിക്കാം. നെക്സ്റ്റ് നമ്മൾ ഹിൽ വ്യൂ പാർക്കിലെ വാച്ച് ടവറിലേക്കാണ്.
ഇല്ല പോകണ്ട, അവിടെ നിന്ന് ഇത് മതി, നമ്മൾ അങ്ങോട്ട് പോയി ഇറന്ന് കാണാനല്ലോ. ആ കുഴപ്പമില്ല. അതെ, ഇതൊക്കെയാണ് ഇതിൻ്റെ മനോഹര കാഴ്ച അനുസരിച്ച്. പിന്നെ അത് എവിടെയൊക്കെ വന്നിരിക്കാൻ വേണമെങ്കിൽ ഈ കാണുന്ന ഡാമിൻ്റെ വെള്ളമല്ലേ, ആ കാണുന്ന ഡാം അല്ല, ഡാം ഏതാണ് കാണുന്നത്? ഇടുക്കി ചെറുതോണി ഡാമാണ്. അങ്ങോട്ട് കയറിയാലെങ്കിൽ വാ, നമുക്ക് വാച്ച് ടവറിൻ്റെ മേളിൽ കയറാം. ഇത് ചെറുതോണി ഡാം. ഇത് ചെറുതോണി ഡാം, ഷട്ടറുള്ളത്. ഈ ഡാമിന്റെ എൻട്രൻസ് സാധാരണ കൊടുക്കാറുള്ളത്. അത് കയറാൻ ഇത് ചെറുതോണി ഡാം. ഇവിടെ നിന്നാണ് എൻട്രൻസ് കൊടുക്കുന്നത്. ഇതിലൂടെ കയറി പോയിട്ട് അവരുടെ വണ്ടിയുണ്ട്, അതിൽ കയറിയിട്ട് ഇപ്പം ഓൾറെഡി ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാ. സുരക്ഷിതമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ക്ലോസിംഗ് ആണ്. 1-ാം തീയതി പോലെ ഏകദേശം ഓപ്പൺ ആവും. മാസം 1-ാം തീയതി ഓപ്പൺ ആവും. അപ്പം സെപ്റ്റംബർ 1-ാം തീയതി ഓപ്പൺ ആവും. ഈ സംഭവം ഇതിലൂടെ കയറിയിട്ട് അവർക്ക് വണ്ടിയിൽ പോയിട്ട് കറങ്ങി പോകണം. അത് ഇടയ്ക്ക് ഇത് തട്ട് പോലെ ഉണ്ടോ, മറ്റേ പണ്ട് കാലത്ത് മറ്റേ വണ്ടി ബുക്ക് ഡാമിന്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് എടുത്ത കല്ലെടുത്തേക്കുന്ന പ്രദേശങ്ങളാണ്. അതിനോട് സടുക്കൊരു പൊത്ത് കണ്ടോ? ആ പൊത്താണ് വൈശാലി ഗുഹ. വൈശാലി സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത് ആ ഗുഹയിലാണ്. പഴയകാലത്ത് വൈശാലി സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അവിടെ കയറാൻ പറ്റും. പക്ഷെ ഇപ്പൊ കയറി എടുത്തില്ല. അവിടുന്ന് പിന്നെ അപ്പുറത്തോട്ട് നേരെ പോയി കഴിഞ്ഞാൽ ആ തൂണ് പോലെ നിൽക്കണോ, അന്ന് ഡാം പണിയുന്നതായിട്ട് ബന്ധപ്പെട്ട് ചെയ്താക്കുന്ന ഒരു വർക്കിന്റെ ഭാഗമായിട്ടാണ് സംഭവം. ആ തൂണ് പോലെ നിൽക്കണം. ആ ഡാമാണ് ഇടുക്കി ഡാം. ആർച്ച് ഡാം കഴിഞ്ഞിട്ട് അതിന് നേരെ താഴെയാണ്. അത് റൈറ്റ് സൈഡിൽ കാണുന്ന ടണലാണ്. ഒരാഴ്ച ചെറിയ പൊത്തുണ്ട്, ചെറിയ ടണലാണ്. അതിനകത്താണ് അപ്പുറത്തോട്ട് ഉള്ള വഴി കൊടുത്തേക്കുന്നത്. കൂടാതെ ഈ മലനിരകൾ, ഇത് കുറുവമല, ഇത് കുറുവമല, അത് കുറുത്തുമല, 2 മലകളുടെ ഇടയ്ക്കാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ മലനിരകൾ നേരെ ചെല്ലുന്നത് കല്യാണത്തണ്ടെന്ന് പറയും. കല്യാണത്തണ്ട് മേഖല എന്ന് പറയും. ഇവിടെ പോലെ നേരെ പോയാൽ കാലിട്ടുണ്ട്. അത് നേരെ ചെല്ലുന്നത് കട്ടപ്പന അഞ്ചുരുളി ഭാഗത്തിന്റെ മലയുടെ മുകളിലോട്ട് തന്നെ കിട്ടിയത് ഈ മലനിര കല്യാണത്തണ്ട്. ഇവിടെ നോക്കിയാൽ കാലിലുണ്ട് പുറകെ നമുക്ക് കാണാൻ പറ്റും. പോയ കാലിനോട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് നമ്മൾ അന്ന് അഞ്ചുള്ളി പോയില്ലേ, അതിന്റെ വീഡിയോ ഇതിനകത്തിട്ടുണ്ട്. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടു അത് ഈ വെള്ളം പോയിട്ട് ആ പ്രദേശത്തേക്കാണ്. അപ്പൊ ഈ വെള്ളം കിടക്കണം. അപ്പൊ ഒരു ദിവസം നമുക്ക് ഇതിൽ കയറി ആ മറ്റേ വൈശാലി ഗുഹയും പിന്നെ അതിലേയും പാസ് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും. പക്ഷെ ഒരു സംഭവം മൊബൈലിൽ ക്യാമറ ഒന്നും തലോടല്ല. അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും കയറി കാണാം. ഇവിടുന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ സംഭവങ്ങളെല്ലാം ചെക്ക് ചെയ്ത് പുറത്തിരുത്തിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഒന്നും ഇല്ലാതെ കയറി പോയി കണ്ടിട്ട് പോകുന്നുള്ളൂ. അല്ലാതെ വന്നിട്ട് പോകുന്ന പോലെ തന്നെയാണ്. അത് കയറി നമുക്ക് ജസ്റ്റ് കണ്ടുപോയി സംഭവം ആസ്വദിച്ച് പോകുന്നതല്ലാതെ വീഡിയോ എടുത്ത് മറ്റുള്ളവർ പ്രദർശിപ്പിക്കാനുള്ള അനുവാദം ഇല്ല. നമ്മൾ കയറി വന്നത് അതിലാണ്, എന്നിട്ട് മേളിലേക്ക് പോയത്. പിന്നെ അപ്പുറത്തൊരു പാർക്ക് പോലെ സെറ്റപ്പ് കാണിച്ചു തന്നില്ലേ, അത് ഇതിലേ പാസ് ചെയ്യണം കേട്ടോ. അത് മേളിൽ നിന്ന് കാണിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്. നമുക്കിനി കുറച്ച് ഏരിയ കൂടി കാണിക്കാണ്ട് ഞാൻ കാണിച്ചു തരാം. മറ്റേ ഡാമിൻ്റെ സൈഡിലും കൂടി പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇടുക്കി ഡാം ചെറുതോണി ഡാമിൻ്റെ ആ ഒരു പോർഷൻ ഒന്ന് പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാമെന്ന് ഓർത്ത് അവിടെ വരെ ചെന്ന്. പക്ഷേ അതിന് മുന്നേ തന്നെ ബോർഡ് വെച്ചേക്കണുണ്ട് സ്വകാര്യ ക്യാമറ അല്ലല്ലോ ഉള്ളിലോട്ട് അലോടല്ല പ്രോപ്പർട്ടിയുടെ ഒരു ബോർഡുണ്ട്. അപ്പോൾ അങ്ങോട്ട് എന്തായാലും കയറിയാലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് കാണിക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി ചെന്നത്, രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഹിൽ വ്യൂ പാർക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഡാമിൻ്റെ ഇടുക്കി ഡാമിൻ്റെയും ചെറുതോണി ഡാമിൽ ഞങ്ങൾ ഒരു ദിവസം വന്ന് കയറുന്നുണ്ട്, പക്ഷേ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണെങ്കിൽ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ പുറകെ വരും, ബാക്കി വീഡിയോ പുറകെ വരും. അത് തന്നെ, അതെ. ഓക്കെ, ബൈ ജിജോ, ബൈ, സീ യു.